നമ്മൾ ഈ വീഡിയോയുടെ പച്ചച്ചക്ക ഒരു വർഷത്തോളം നമ്മൾ കേടുകൂടാണ്ട് എടുത്തു വെക്കുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. ഇത് നമുക്ക് ചക്ക ഉണ്ടാവുന്ന കാലത്ത് ധാരാളമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് ചക്ക നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് ചക്കയുടെ റെസിപ്പീസ്, അതായത് ചക്ക ഉപ്പേരി, തോരൻ, ചക്ക എരിശ്ശേരി, അങ്ങനെ എന്താ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ പച്ചച്ചക്ക ഉണ്ടാവുന്ന കാലത്ത് നമ്മൾ ഈ ഒരു മെത്തേഡിൽ കൂടെ നമ്മൾ എടുത്തു വെച്ചാൽ മതി. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ചക്ക വെട്ടി ചുള പറിച്ച് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആവും. അത് കാരണമാണ് എല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആ ചക്ക വെട്ടി ചുള പറിച്ച് അതിൻ്റെ കുരു കളഞ്ഞു, അതുപോലെ തന്നെ ഞൗണി കളഞ്ഞു, അങ്ങനെ നല്ല ക്ലീനാക്കി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി. ഈ ഒരു പാകത്തിനാണല്ലോ നമ്മൾ ഉപ്പേരിക്കൊക്കെ നുറുക്കുക. അതുപോലെ ഒരു സൈസിൽ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കുമ്പോൾ ഈ ലിഡ് വെച്ചിട്ട്, അപ്പോൾ ഇതിനൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ ചക്ക ആവിക്ക് വെക്കുക ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റ് ആവിക്ക് വെച്ച് കഴിഞ്ഞ് ഒന്ന് നമ്മൾ കയ്യിലോണ്ട് തന്നെ ഒന്ന് ഇളക്കി, ഒന്നും മാറ്റി മറിച്ചും ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം കവറിലിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തോളം ചക്ക ഒരു കേടുമില്ലാണ്ട് നമുക്ക് പച്ചച്ചക്ക സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിലെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കാണിക്കാനായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടുകൊണ്ട് ഇങ്ങനെ അടച്ച് വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് ആവി വന്നു കഴിഞ്ഞാൽ ചക്കയുടെ ഉള്ളിലേക്ക് ഒരു ആവി കയറും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട ആവി ചക്കയമ്മയ്ക്ക് വന്നിട്ടുണ്ട്. അടിയിലത്തെ ലെയറിൽ നല്ലോണം ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് മുകളിലത്തെ അടിയിലേക്ക് ആവും. അപ്പോൾ അടിയിലത്തെ ചക്കയൊക്കെ മുകളിലേക്ക് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെക്കണം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ അറിയാം ഒന്ന് ഞെങ്ങണം, അങ്ങനെയേ പാടുള്ളൂ. അതായത് ചക്കയുടെ ഒരു പകുതി വേവ് ആവാനേ പാടുള്ളൂ. എന്നാലും നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുക. ഇതാണ് ഒരു മെത്തേഡ്. പിന്നെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണ സാധാരണ ഒരു മെത്തേഡും ഉണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു പാകം ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തുറന്നിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം നോക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചുള എടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ച് ചുള എടുത്തിട്ട് വെറുതെ ഒന്ന് ഞെക്കുമ്പോൾ ഒന്ന് ഞെങ്ങണം, അത്രയേ വേണ്ടൂ. ആ ഒരു പാകത്തിന് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് ഞെങ്ങി വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കും. ഈ ഒരു ആവിയിൽ തന്നെ കിടന്ന് കുറച്ചും കൂടി നേരം ഇരുന്നിട്ട് നമുക്ക് തുറന്ന് എടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയുടെ പകുതി വേവെന്ന് മീൻ ചെയ്യണത് ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ ഒരു ജസ്റ്റ് കണ്ട ഇതുപോലെ ഒരു ഞെങ്ങൽ വരും, അത്രയും ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു പകുതി വേവിൽ നമ്മൾ എടുത്ത് ഇതിലേക്ക് മാറ്റാം. ഇതല്ലാതെ ഒരു പരന്ന പാത്രത്തിലേക്ക് വെച്ച് ഒന്ന് എല്ലാ ചക്കയിലും ചൂടാറിയതിന് ശേഷം വേണം നമ്മളൊരു കവറിലിട്ട് വെക്കാനായിട്ട്. അപ്പം നമ്മൾ ചക്ക മുഴുവൻ നല്ലോണം ആവി പറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കൊരു കവറിൽ എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് വയ്ക്കാം. ഇതാണ് ഒരു മെത്തേഡ് നമ്മൾ ചക്ക സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം വരെ ഈസി ആയിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് എടുത്ത് വയ്ക്കാൻ പറ്റും പച്ചച്ചക്ക. ചക്ക നല്ലോണം ചൂടാറിയണ്ട. ഇനി നമുക്ക് ഈ ചക്ക ഒരു കവറിലിട്ടിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് അതിൽ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിങ്ങനെ ലെയർ കളയണം. എന്നിട്ട് ഇത് നമ്മൾ സിപ്ലോക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ചക്ക ഫ്രീസറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഫ്രഷ് ചക്ക കഴിക്കണ ഫീലിങ്ങോട് കൂടിയിട്ട് കഴിക്കാം. പിന്നെ ഉള്ളത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണ ഒരു സിസ്റ്റമാണ് ഉള്ളത്. അതിലും നന്നായിട്ട് തോന്നിയത് എനിക്ക് ഇങ്ങനെയാണ്. ചെറിയ കവറിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് എടുത്ത് വെക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.